ആരോപണങ്ങൾ എവിടെയാണ് ചെന്ന് തറയ്ക്കുന്നത് എന്നും എത്രത്തോളം ആധികാരികത അതിനുണ്ട് എന്നും അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നും ഏതായാലും കേരളത്തിലെങ്കിലും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ തക്ക വിഷയമാണ് ഈ ബി ഗോപാലകൃഷ്ണൻ്റെ വീഡിയോ പ്രദർശിപ്പിച്ചത്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇത് വളരെ സൂക്ഷ്മമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ടീം നിരീക്ഷിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ പ്രതികരണം അടക്കം ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത്. സ്വാഭാവികമായും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള ചോദ്യം തന്നെയാണ്. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള ചോദ്യം തന്നെയാണ്. അത് ഉറപ്പുള്ള ചോദ്യം തന്നെയാണ്. കാരണം ബി ഗോപാലകൃഷ്ണൻ അന്ന് ഇത് പറയുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് വേണമെങ്കിലും സ്ഥാനാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് അവിടുന്ന് വോട്ടർമാരെ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കും എന്നാണ്. അന്നത് സ്വാഭാവികമായും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു BJP നേതാവിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ഇപ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളിലെ ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ് പോയതെങ്കിൽ ദേശീയ തലത്തിൽ അതിനേക്കാൾ വലിയ പ്രാധാന്യവും ആ പ്രസ്താവനയ്ക്ക് അതിനേക്കാൾ വലിയ ആഴവുമുണ്ട് എന്നാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അത് പ്രദർശിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ഈ തുടർച്ചയായ ആക്രമണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ പതറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രതികരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല. ഇത് കോടതിയെ സമീപിക്കൂ എന്നാണ് പറയുന്നത്. കോടതിയെ സമീപിക്കുക എന്നത് ഒരു തരത്തിലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത സംഗതിയാണ് എന്നും അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് പറയുന്നത് തെളിവുമായി. അത് നിയമപരമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ കാലത്ത് ഇത്രയും കാലത്തിന് ശേഷം സമീപിച്ചതുകൊണ്ട് കാര്യമില്ല എന്നും ഏറ്റവും വ്യക്തമായി അറിയാവുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ വെറുതെ അത്തരം ചില പ്രസ്താവനകൾ നടത്താം എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നടപടിയിലേക്ക് കടക്കാൻ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയാതെ പോകുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഴുവൻ വിശ്വാസ്യതയും തകർക്കുന്ന രീതിയിൽ ഇങ്ങനെ വ്യാപകമായി പ്രചാരണം നടത്തുന്നു. അതിനെ ചെറുക്കാൻ ഒരു നടപടി എന്ന മട്ടിൽ എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞത്? ഒന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നതിലൂടെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധത്തിലാണ് എന്ന വാദത്തെ കൂടുതൽ ഉറപ്പിക്കാം നമുക്ക്. അതാണ് നിലവിലെ സ്ഥിതി.